ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. സൗദി അറേബ്യയിലെ മക്കയിലുള്ള മസ്ജിദുൽ ഹറം അഥവാ ഹറം പള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി. 3.57 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഹറം പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഒരേ സമയം 40 ലക്ഷത്തോളം ആളുകൾക്ക് നമസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. 100 ബില്യൺ US$ ചിലവായി ഇത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നിർമ്മിതിയാണ്. ലോക മുസ്ലിങ്ങൾ 5 നേരവും തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന കഅബ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഹറം പള്ളിയുടെ കേന്ദ്ര ബിന്ദു കഅബയാണ്. കഅബയുടെ പ്രദക്ഷിണമുറ്റമാണ് ഹറം പള്ളിയുടെ പ്രധാന ഭാഗം. ചൂടാകാത്ത തരം മാർബിളാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത്. കഅബയുടെ തെക്ക് ഭാഗത്ത് കിഴക്കേ മൂലയിലാണ് ഹജറുൽ അസ്വദ് എന്ന കറുത്ത ശില സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമികപരമായി ഏറ്റവും പവിത്രമായ സ്ഥലമാണ് കഅബ. സ്വർണം കൊണ്ടുള്ള പ്രവേശന കവാടം, മഴവെള്ളം പോകാനുള്ള സ്വർണ്ണച്ചാൽ എന്നിവയും ഇതിലുണ്ട്. അതുപോലെ കഅബയുടെ പുറത്ത് പുതപ്പിക്കുന്ന കറുത്ത വസ്ത്രമാണ് കിസ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ വർഷവും അറഫ ദിനത്തിലാണ് കഅബയുടെ കിസ്വ അഴിച്ചു മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത്. പ്രകൃതിദത്തമായ പട്ടിൽ നിർമ്മിക്കുന്ന കിസ്വയ്ക്ക് 2 കോടിയിലേറെ റിയാലാണ് ചെലവ് വരുന്നത്. 700 കിലോ പട്ടും 120 കിലോ വെള്ളി സ്വർണ്ണ നൂലുകളും ഉപയോഗിച്ച് ഉമ്മുൽ ജൂദിലെ കിസ്വ ഫാക്ടറിയിലാണ് കിസ്വ നെയ്തെടുക്കുന്നത്. ഒരു കിസ്വ നിർമ്മിക്കാൻ 8 മുതൽ 9 മാസം വരെ സമയമെടുക്കുന്നുണ്ട്. സൗദി ഭരണാധികാരിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ദുൽഹജ്ജ് മാസം 1 കഅബയുടെ പരിപാലകനായ വ്യക്തിക്ക് കിസ്വ കൈമാറുന്നു. തുടർന്ന് ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്ന ദുൽഹജ്ജ് മാസം 9 ഇത് കഅബയെ പുതപ്പിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കൽ പുണ്യമുള്ള 3 പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ ഹറം. പലസ്തീനിലെ മസ്ജിദുൽ അഖ്സ, മദീനയിലെ മസ്ജിദുൻ നബവി എന്നിവയാണ് മറ്റുള്ള പള്ളികൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവറായ മക്ക റോയൽ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന അബ്രാജ് അൽ ബൈത്ത് ടവർ ഈ മസ്ജിദുൽ ഹറമിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് മക്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസം വെള്ളം എന്നുള്ളത്. നമുക്ക് അതിൻ്റെ പ്രത്യേകതകളൊന്ന് പരിചയപ്പെടാം. കഅബയിൽ നിന്ന് 20 മീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കിണറിലെ വെള്ളമാണ് വിശുദ്ധ സംസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ഹാജിമാരും കുടിക്കുന്നതും ക്യാനുകളിൽ നിറച്ച് കൊണ്ടുപോകുന്നതും മക്ക മദീന പള്ളികളിൽ ഉപയോഗിക്കുന്നതും ഈ സംസം ജലമാണ്. എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയിട്ടില്ല. ഈ കിണറിനടുത്തായി മൈലുകളോളം മറ്റ് ജലാശയങ്ങളോ കിണറുകളോ ഒന്നും തന്നെയില്ല. ഇനി ഹിജിർ ഇസ്മായിൽ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കഅബയുടെ 2 മൂലകൾക്കിടയിൽ അർത്ഥവൃത്താകൃതിയിൽ വളച്ചു കെട്ടിയ ഭാഗമാണ് ഹിജിർ ഇസ്മായിൽ. ഹിജിർ ഇസ്മായിൽ കഅബയിൽ പെട്ട ഭാഗമായതിനാൽ കഅബയുടെ ഉള്ളിൽ പ്രാർത്ഥിച്ച അതേ പുണ്യം ഇതിനുള്ളിൽ പ്രാർത്ഥിച്ചാൽ ലഭ്യമാകുന്നു എന്നാണ് വിശ്വാസം. നമ്മൾ കഅബയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി മക്കാമു ഇബ്രാഹിം എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മസ്ജിദുൽ ഹറമിലുള്ള കഅബ പണിയുമ്പോൾ കല്ലുകൾ ഉയരത്തിൽ പടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കയറി നിന്ന കല്ലാണ് മക്കാമു ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മത്താഫ് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. കഅബയ്ക്ക് ചുറ്റുമുള്ള മേൽക്കൂരയില്ലാത്ത സ്ഥലമാണ് മത്താഫ് അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൂടാകാത്ത തരം മാർബിളാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്. 5 നേരങ്ങളിലുമുള്ള ജമാഅത്ത് നിസ്കാര സമയത്ത് മാത്രമാണ് ഈ തവാഫ് നിലയ്ക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഈ കഅബയ്ക്ക് ചുറ്റും ഈ തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കയെക്കുറിച്ചും കഅബയെക്കുറിച്ചും എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഫൈസൽ വ്ളോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.